എല്ലാരും പേടിച്ച് വിറച്ചിരിക്കുകയാണല്ലോ. ചെറുതായിട്ടാ നമ്മൾ പഠിക്കാൻ പോകുന്ന മലയാളമല്ലേ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുമല്ല, നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുക. അപ്പൊ പേടിക്കേണ്ട കാര്യമുണ്ടാ? അപ്പൊ നമുക്കിനി ഒരുമിച്ച് പഠിക്കാം അല്ലേ? ഞാൻ ഒരു സെന്റൻസ് പറയാം, ഒരു വാക്ക്. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയാം. ഇത് കേവലം ഒരു വാസ്തുശില്പമല്ല, ഒരു ചക്രവർത്തിയുടെ ജീവൻ തുടിക്കുന്ന കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട തീവ്ര പ്രണയമാണ്. എഡ്വിൻ ആർണോൾഡിന്റെ വാക്കുകളാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? ഇത് കേവലം ഒരു വാസ്തുശില്പമല്ല, ഒരു ചക്രവർത്തിയുടെ ജീവൻ തുടിക്കുന്ന കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട തീവ്ര പ്രണയമാണ്. താജ്മഹൽ കറക്റ്റ് തരാണ്. കൈവിട്ടെ. താജ്മഹൽ ആരുടെയൊക്കെ പ്രണയത്തെ കുറിച്ചാണ് പറയുന്നത്? മുംതാസിന്റെയും ഷാജഹാന്റെയും തീവ്രമായ പ്രണയത്തെയാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലെ? താജ്മഹലിൽ അവിടെ എന്ത് ചെയ്യാം? അത് കേവലം ഒരു വാസ്തുശില്പം അല്ലെന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. അവരുടെ പ്രണയത്തെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യത്തിലും പ്രണയത്തിന്റെ ആവിഷ്കാരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഒരു ഉദാഹരണം പറയാൻ ആർക്കെങ്കിലും പ്രണയത്തിന്റെ അതിതീവ്രമായ ആവിഷ്കാരം വന്നിരിക്കുന്ന സാഹിത്യം? ചങ്ങമ്പുഴയുടെ രമണൻ. അറിയാമോ അതിന്റെ വരികള്? നമുക്കൊന്ന് പാടി നോക്കിയാലോ? ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഇല്ലേ? അത്രത്തോളം പ്രണയം ആവിഷ്കരിക്കുന്ന വരികൾ വേറെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, ഒരുപാട് സാഹിത്യ കൃതികളുണ്ട്. പക്ഷെ ഇന്നും ചങ്ങമ്പുഴ നമ്മുടെ മനസ്സിൽ, ഹൃദയത്തില് ഇത്രത്തോളം തിളങ്ങി നിൽക്കാൻ കാരണം എന്താ? ആ വരികളാണല്ലേ, ആ വരികളുടെ തീവ്രതയാണല്ലേ. അതുപോലെ തന്നെ നാടൻ പാട്ടുകളിലും എന്തുണ്ട്? ഈ പ്രണയത്തിന്റെ ആവിഷ്കാരങ്ങള് കടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽപ്പെട്ട ഒരു വടക്കൻ പാട്ടിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വടക്കൻ പാട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് മതിലേരിക്കണ്ണി എന്നാണ്. പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിന്റെ പേര് മതിലേരിക്കണ്ണി എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വായിച്ചു നോക്കാമോ? ഈ ക്ലാസ്സിലെ ഏറ്റവും ശബ്ദമുള്ള ആർക്കാണ്? അല്ല, എനിക്കാണ് ഒച്ച ഏറ്റവും കൂടുതലുള്ളതെന്ന് വളരെ ആത്മാർത്ഥയോടെ പറയാൻ പറ്റും ഒരാൾ പോലും ഇല്ല. എനിക്കുണ്ട്. അത് എന്നേക്കൊന്ന് വായിച്ചേ. എപ്പോഴും വേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്. നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. കണ്ടോണ്ടാരെ കിടുകിടെ പൊട്ടി കരഞ്ഞേ കന്നി, കണ്ണീരും കയ്യോറായി നിന്നവള് കരഞ്ഞു പറഞ്ഞല്ലോ കുഞ്ഞിക്കന്നി. കനകം നാളേറെ മനിപ്പൊതിച്ച് കരടിനകത്തുള്ള നാടുവാഴിക്ക് അറിയാതെ ആയിരം കുറ്റം കണ്ട് അതിനെന്തുടയോനെ വേണ്ടത് ഞാനേ. ഓരുണ്ടേ പൊരിയങ്കത്തില് ഞാനുണ്ടീ പട്ടൂരി കട്ടുമ്മല്. ഓരുണ്ട മണ്ണിലും ചോരയിലും ഞാനുണ്ടീ എഴുത്തട്ട് മാളയമേല്. പൊറുക്കുന്നില്ലച്ചാ പൊറുക്കുന്നില്ലേ, നെഞ്ചുണ്ടിലും പോലെ ചൂളയാവുന്നേ. 17 കോപ്പും തല തേഞ്ഞിട്ട്. വായിച്ചോ? എല്ലാരും വായിച്ചാ? ഹരിതക്കൊപ്പം എല്ലാരും വായിച്ചില്ലേ? ടീച്ചർ ഒന്ന് വായിക്കട്ടെ. ടീച്ചർക്കൊപ്പം നിങ്ങൾ മനസ്സിൽ വായിച്ചു പോവുക. തിരുവഴുത്താലോലതു കണ്ടോണ്ടാരേ കിടുകിടെ പൊട്ടി കരഞ്ഞു കന്നി, കണ്ണീരും കയ്യായി നിന്നവള് കരഞ്ഞു പറഞ്ഞല്ലോ കുഞ്ഞിക്കന്നി. കനകം നാളേറെ വനം കൊതിച്ച് കരയിനകത്തുള്ള നാടുപാടിക്ക് അറിയാതെ ആയിരം കുറ്റം കണ്ട് അതിനെന്തൂടായോനെ
അപ്പൊ ഇത് ഏതിൽ പെടുന്നതാണ്? വടക്കൻ പാട്ടുകളിൽ പെടുന്നതാണ് അല്ലെ. വടക്കൻ പാട്ടുകളുടെ സവിശേഷത എന്താ? അത് വായ്മൊഴികളിലൂടെ പകർന്നു വരുന്നതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് ആരാ എഴുതിയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല അല്ലെ. ഓരോരുത്തരിൽ നിന്ന് പകർന്ന് പകർന്ന് തലമുറയിലേക്ക് വരുന്നതാണ്. വടക്കൻ പാട്ടുകൾക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. അതായത് ഒരു സ്ത്രീ ആണാവിന്റെ അടുത്ത് ആണായും പെണ്ണാവിന്റെ അടുത്തും പെണ്ണായി നിൽക്കേണ്ട രീതിയിലേക്ക് ഒരു സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കാട്ടാൻ എന്ത് കഴിയുന്നുണ്ട്? വടക്കൻ പാട്ടുകൾക്ക് കഴിയുന്നുണ്ട്. അത്തരത്തിലെ വടക്കൻ പാട്ടുകളെ കാണിക്കുന്ന ഉണ്ണിയാർച്ചയൊക്കെ പോലെ കാണിക്കുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഏതെങ്കിലും പാട്ടോ സിനിമയൊക്കെ ഓർമ്മയുണ്ടോ? അതുപോലെ വടക്കൻ പാട്ട് കേൾക്കട്ടെ. ജനിച്ചവരെല്ലാം അതുപോലെ അന്ന് തന്നെയാണല്ലേ പറയുന്നത്. അത്തരത്തിലൊരു കഥ തന്നെയാണ് മതിലേരിക്കന്നിയിലും നമുക്ക് പഠിക്കാനുള്ളത്. മതിലേരിക്കന്നിയിലേക്ക് കടക്കുമ്പോ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കഥയെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? മതിലേരിക്കന്നിയുടെ കഥ, പൂർവ്വകാല മതിലേരിക്കന്നിയുടെ കഥകളെ കുറിച്ച് എഴുതുന്നതിന് മുമ്പ് ഇതിന് പിന്നിലെ ഒരു ഐതിഹ്യവും കഥകളൊക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ടോ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? മതിലേരിക്കന്നി അവള് ജനിച്ചപ്പോ തന്നെ അവളുടെ അമ്മ മരിച്ചു. അപ്പൊ പിന്നെ അവളെ വളർത്തിയതാരായിരിക്കും? അച്ഛനാണ് അവളെ വളർത്തി വലുതാക്കുമ്പോ. അപ്പൊ ഒരു അച്ഛന്റെ കൂടെ നിന്ന് വളർന്നുകൊണ്ട് തന്നെ അവള് ആ ഒരു രീതിയിൽ തന്നെയാണ് വളർന്നു പോയത്. ആണുങ്ങളെ പോലെ എല്ലാ രീതിയിലും എല്ലാ യുദ്ധങ്ങളും പോരാണ്ട് എല്ലായിടത്തും എന്ത് ചെയ്യാം, വളരെ ധൈര്യത്തോടെ എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം ചെറുപ്പം മുതലേ മതിലേരിക്കന്നിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൗമാര പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചെറിയ ചെറിയ പ്രണയങ്ങൾ ഉണ്ടാവും. അവർക്ക് ഒരു അമ്പലത്തിൽ വെച്ചിട്ട് പ്രണയം ഉണ്ടാവുന്നു. വേണാട്ട് രാജാവുമായിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, പ്രണയത്തിലാവുന്നത്. അതിനുശേഷം അവരുടെ വിവാഹം നടക്കുന്നു. വിവാഹശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഭർത്താവിനെ കാണാണ്ടായി. ഒരു ഭർത്താവിനെ കാണാണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു ഭാര്യമാർക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഭർത്താവിനെ കാണുന്നില്ല. അപ്പൊ എന്തൊക്കെ വിചാരിക്കും? നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കിട്ടും. എന്തൊക്കെ ഉണ്ടാവും? വേറെ ആരെങ്കിലും കൂടെ പോയെന്നൊക്കെ വിചാരിക്കും അല്ലെ. ശരിയാണ്, ചിരിക്കാനൊന്നുമില്ല. ഏതൊരു സ്ത്രീയും ആദ്യം ചിന്തിക്കുന്ന അതായിരിക്കും. എന്ത് ചെയ്യും, തന്റെ ഭർത്താവ് വേറെ ഒരാളുടെ ഏതെങ്കിലും. കാരണം 3 വർഷമായിട്ട് അന്നത്തെ ഇന്നത്തെ പോലെ ഫോണോ മെസ്സേജ് അയക്കണോ ഒരു ബന്ധമില്ല. ഭർത്താവ് എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ വേറെ കുടുംബജീവിതം ഉണ്ടാവാം, അവരുടെ കൂടെ ആവാം. അതൊക്കെ ആരായാലും ചിന്തിക്കുന്ന കാര്യമാണ്. അതുപോലെ മതിലേരിക്കന്നി എന്തൊക്കെയോ ഇതായിരിക്കണം എന്നില്ല, ഇതുപോലെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ മതിലേരിക്കന്നിയും അവളുടെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടി വെച്ചേക്കോ. 3 വർഷമായിട്ട് തന്റെ ഭർത്താവിനെ കാണുന്നില്ല, അയാൾ എവിടെയായിരിക്കും, എന്ത് ചെയ്യുമായിരിക്കും, ഒന്നിനും ഒരു ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആകുലതകളിലേക്ക് അവൾ ചിന്തിച്ച് പോകുന്നത്. ഇങ്ങനെയുള്ള സങ്കടങ്ങളുടെ ഉള്ളിൽ കൂടുമ്പോ നമ്മൾ സാധാരണയായി സങ്കടം ഇങ്ങനെ അടക്കി പിടിക്കാതെ വരുമ്പോ എന്ത് ചെയ്യും, ആരോടെങ്കിലും പറയും അല്ലെ. അങ്ങനെ തുറന്നു പറയാൻ മതിലേരിക്കന്നിക്ക് ആരായുള്ളത്? അവളുടെ അച്ഛൻ മാത്രമേ ഉള്ളു. അച്ഛന്റെ പേരാണ് ചിറക്കൽ വാഴുന്നോര് എന്നാണ് അവളുടെ അച്ഛൻ അറിയപ്പെടുന്നത്. മതിലേരിക്കന്നി ആരെയാണ് വിവാഹം കഴിച്ചത്? വേണാട് രാജാവിനെയാണ്. വേണാട് രാജാവിനെയാണ് മതിലേരിക്കന്നി വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷം 3 വർഷമായിട്ട് ഭർത്താവിനെ കാണുന്നില്ല. അപ്പൊ അവൾ സ്വാഭാവികമായും തന്റെ ഉള്ളിലെ സങ്കടങ്ങൾ ആരോട്, ചിറക്കൽ വാഴുന്നവരായ അച്ഛനോട് പങ്കുവയ്ക്കുകയാണ്. പക്ഷെ ഈ അച്ഛൻ അറിയാം തന്റെ ഈ മരുമകൻ എവിടെയാന്നുള്ള കാര്യം അച്ഛനറിയാം. മകളെ വേദനിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ട് ചില അച്ഛന്മാര് ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, മൂടി വെക്കും. അത് തന്നെ അദ്ദേഹം ചെയ്തത്. പക്ഷെ മതിലേരിക്കന്നിയായിട്ടുള്ള ഒരു ഇങ്ങനെ സംഭാഷണം അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണ് പോവുകയാണ് എന്ത്, മതിലേരിക്കന്നിയുടെ ഭർത്താവ് എവിടെ, ചിറവ മണപ്പുറത്ത് ഒരു യുദ്ധക്കളത്തിലാണെന്നുള്ള കാര്യം. ഭർത്താവ് എവിടെയാണ്, ചിറവ മണപ്പുറത്ത് ഒരു യുദ്ധക്കളത്തിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാണ്, അച്ഛന്റെ വായിന് അറിയാണ്ടപ്പോ വീണ് പോവുകയാണ്. സംസാരത്തിന്റെ ഇടയിൽ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന ഒന്നാണ്. അപ്പൊ ഒരു ഭാര്യയ്ക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും അല്ലെ. അപ്പൊ
അവിടെ എന്ത് ചെയ്യുക, അവിടെ ഓടനാടും വേനാടും അപ്പൊ ഈ പാണ്ടിപ്പടകൾ എന്നൊക്കെയാണ് പറയുന്നത്. പടകള് പാണ്ടിപ്പടകള് ഓടനാട് വേനാടിനെ ആക്രമിച്ചു. വേനാട് എന്ത് ചെയ്യാം, ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ 10,000 പടയാളികൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവിടെ യുദ്ധം നടക്കുന്ന കാര്യമൊക്കെ ഇവളുടെ അച്ഛന് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഓരോ സമയങ്ങളിലും ദൂതന്മാരെയൊക്കെ വിട്ട് പണ്ട് കാര്യങ്ങളൊക്കെ അറിയിക്കില്ലേ, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മകളുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ആ വേളയില് ഒരു ദൂതൻ വരുക. ദൂതന്മാരുടെ കയ്യിൽ എന്താ ഉണ്ടാവുക, സന്ദേശം. അതിനിവിടെ തിരുവെഴുത്തോല എന്നാണ് പറയുന്നത്. എഴുത്തോലയില് ദൂതുമായിട്ട് ഒരു ദൂതൻ കടന്നു വരികയാണ്. അപ്പൊ അത് പക്ഷെ അച്ഛന്റെ അടുക്കലേക്കാണ് ആ ദൂത് കൊണ്ടുവരുന്നതെങ്കിലും എന്താണെന്ന് അറിയാനുള്ള ഒരു വെപ്രാളത്തിൽ എന്ത് ചെയ്യും, മകൾ അത് ചാടി വാങ്ങിച്ച് എന്ത് ചെയ്യാം, വായിച്ചു നോക്കുകയാണ്. ആ വായിച്ചു നോക്കുമ്പോഴാണ് അതിനകത്ത് അറിയുന്നത് തന്റെ ഈ വേനാട്ടിലെ 10,000 പടയാളികൾ എന്ത് ചെയ്ത് മരിച്ചുപോയി. അതാണ് ആ തിരുവെഴുത്തോലയിൽ എഴുതിയിരിക്കുന്ന അതിന്റെ ഉള്ളടക്കം. അത് മാത്രമല്ല, ഒരു പടം നയിക്കണമെങ്കിൽ ഒരു പടനായകനും ഉണ്ടാവും അല്ലെ. അതിനകത്തെ പടനായകനും മരിച്ചതിനാൽ ഒരു പടനായകരെ വിട്ടുതരണമെന്ന് ചിറക്കൽ വാഴുന്നവരോട് വേനാട് രാജാവ് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള എന്ത് ചെയ്യുന്ന ഒരു എഴുത്തോലയാണ് അവിടെ കിട്ടുന്നത്. അത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭാര്യയിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളെയാണ് നമുക്ക്, അവളുടെ ആത്മകഥകളാണ് നമുക്ക് ഇതിലൂടെ ഈ മതിലേരിക്കണി എന്നുള്ള പാഠഭാഗത്തിന്റെ ആദ്യ 10 വരികളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് പാഠഭാഗം പരിചയപ്പെട്ടാലോ. തിരുവെഴുത്താലോല അത് കണ്ടോണ്ടാരെ കിടുകിട പൊട്ടി കരഞ്ഞു കന്നി. തിരുവെഴുത്തോല വായിച്ച കന്നി എന്ത് ചെയ്തിരിക്കുന്നു, പൊട്ടി കരഞ്ഞു എന്നാണ് പറയുന്നത്. തിരുവെഴുത്തോല വായിച്ച കന്നി എന്ത് ചെയ്ത് പൊട്ടിക്കരയുകയാണ്. കണ്ണീരും കയ്യായി നിന്നവള് കരഞ്ഞു പറഞ്ഞല്ലോ കുഞ്ഞിക്കന്നി. അത് വായിച്ച് കണ്ണീരും കയ്യായി എന്നൊക്കെ പറയില്ലേ നമ്മുടെ സാധാരണ നാടൻ ഭാഷകള്. കണ്ണീരും കയ്യായിട്ടൊക്കെ ആയിട്ട് നിന്ന കന്നി എന്ത് ചെയ്യുകയാണ്, പൊട്ടിക്കരയുവാണ്. കനകം നാളേറെ മനം കൊതിച്ച് കരളിനകത്തുള്ള നാടുവാഴിക്ക് അറിയാതെ 1000 കുറ്റം കണ്ട് അതിനെന്തുടയോനെ വേണ്ടതിനാണ്. കനകം നാളേറെ മനം കൊതിച്ച് കരളിനകത്തുള്ള നാടുവാഴി. പ്രണയിച്ചൊക്കെ കല്യാണം കഴിച്ചതാണല്ലോ. അവളുടെ ഉള്ളില് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ കാണാണ്ടായപ്പോ ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ കടന്നുകൂടുക. എത്ര സ്നേഹിച്ചാലും പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യാം, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി വരുവാണ്. എവിടെ അതൊക്കെ ആലോചിച്ച് അതൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചത് കൊണ്ട് അതിനെന്തുടയോനെ വേണ്ടതിനാണ്, അങ്ങനെ ഒരു കുറ്റം ഞാൻ അങ്ങയിൽ കണ്ടുപോയത് കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതില് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവള്. ഓലുണ്ടരി പൊരി അംഗത്തില് അവൻ എവിടെയാണ്, ഓലെന്ന് വെച്ചാൽ എന്തെന്ന് എഴുതിയിരിക്കുന്നേ, അവൻ എവിടെയാണ്, എരിവരി അംഗത്തിലാന്നാണ് പറയുന്നത്. ഞാനുണ്ടി പട്ടുരി കട്ടുമ്പല്. ഞാൻ എവിടെയാണ്, അതിലെരിക്കങ്ങി എവിടെയാ, വീട്ടിലെ പട്ടുരി കട്ടുമ്പലാണ് അല്ലേ. ഓലുണ്ടാ കണ്ണിലും ചോരയിലും. അവൻ എവിടെയാ, യുദ്ധക്കളത്തിലും ചോരക്കളത്തിലൊക്കെയാണ്. പക്ഷെ അവളെവിടെയാ, അതിലെരിക്കങ്ങി എവിടെയാണ് പറയുന്നത്. അടുത്ത വഴി വായിച്ചേ. ഞാനുണ്ട് 7 തട്ട് നാളിന്മേല് എന്നാണ് പറയുന്നത്. പൊറുക്കുന്നില്ല നെഞ്ചുണ്ടിരുമ്പോലെ ചൂളയാവുന്നു. ഇതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യുന്നു, നെഞ്ചുണ്ടിരുമ്പോലെ ചൂളയാവുന്നു. എന്ന് വെച്ചാൽ എന്താണ്, ചൂടാന്ന് വെച്ചാൽ കക്കയൊക്കെ മറ്റും തീറ്റുന്ന രീതിയില്ലേ. ഏറ്റവും വലിയ വേദന എന്താണ്, നീര് മരിക്കുമ്പോഴാണല്ലേ അതിന് ഏറ്റവും കൂടുതൽ തീവ്രമായ വേദന നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത്തരത്തില് ഭർത്താവ് യുദ്ധക്കളത്തിലാണെന്ന് അറിയുമ്പോ അതും താനെന്ത് ചെയ്യുക, തെറ്റിദ്ധരിച്ചല്ലോ അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ എന്ത് ചെയ്യാം, അവളുടെ ഇതും ഭർത്താവ് എവിടെയാണെന്നൊക്കെ ആലോചിച്ച് കൂട്ടി സങ്കടപ്പെടുന്ന ആത്മകഥകളാണ് ഈ ആദ്യത്തെ വരികളില് നമ്മൾ പരിചയപ്പെടുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? എന്തെങ്കിലും വ്യക്തമാകാനുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? വാക്കുകൾക്ക് സംശയം ഉണ്ടോ? അങ്ങനെ ഒരു ചെറിയ പ്രവർത്തനം ചെയ്യാൻ തരട്ടെ. ബുക്ക് എടുക്കാമോ? എല്ലാവർക്കും എടുക്കാമോ? എഴുതാൻ തയ്യാറാണ്? പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മനസ്സിലായത്, ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് എഴുതി ചോദിക്കുക. മനസ്സിലായി? അങ്ങനെ നമുക്ക് എഴുതാം. തിരുവെഴുത്തോല വായിച്ച്
മതിലേരിക്കണി സങ്കടപ്പെട്ടത് എന്തിന്? തിരുവെഴുത്തോല. തിരുവെഴുത്തോല എന്ന് വെച്ചാൽ എന്താണ്? ഈ ദൂതൻ കൊണ്ടുവന്ന എഴുത്തോല. അത് വായിച്ച് മതിലേരിക്കണ്ണി സങ്കടപ്പെട്ടത് എന്തിനാണ്? തിരുവെഴുത്തോല വായിച്ച് മതിലേരിക്കണ്ണി സങ്കടപ്പെട്ടത് എന്തിനാണ്? ചോദ്യമാണ്, വിശദീകരിക്കുക. ടീച്ചർ സൂചനകൾ വന്നോ? ഭർത്താവിനെ തെറ്റിദ്ധരിച്ചതിലുള്ള കുറ്റബോധം ഉണ്ടാവും അവളിൽ അല്ലേ? അതുപോലെ തന്നെ എന്താണ്, തന്റെ ഭർത്താവ് പടക്കളത്തിലാണെന്നുള്ള അറിവ് അവൾക്കപ്പോ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് കൂട്ടുകാർക്ക് കഴിഞ്ഞാലോ? ദൂതുമായിട്ട് വന്നപ്പോഴാണ് അവൾക്ക് ഇങ്ങനത്തെ സങ്കടങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ആ കൊണ്ടുവന്ന തിരുവെഴുത്തോലയിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വേണം അവളുടെ സങ്കടത്തെ നിങ്ങൾ വിശദീകരിക്കാൻ. കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? ആർക്കെങ്കിലും വായിക്കാമോ? ഞാൻ ഈ ക്ലാസ്സിൽ ആരെയും നിർബന്ധിക്കില്ല. വളരെ ആത്മവിശ്വാസം, എനിക്ക് പറ്റുന്നു. നമ്മൾ മതിലേരിക്കണ്ണിയെ പോലെ വീരാങ്കനമാരുടെ കഥയാണ് പഠിച്ചത്. എങ്ങും ഭയപ്പെട്ട് മാറി നിൽക്കാതെ മുന്നോട്ട് വരുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ എഴുന്നേറ്റാ മതി. ആരുമില്ല ഈ ക്ലാസ്സിൽ? വടക്കമ്പാട്ട് പഠിച്ചിട്ട് പോലും ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടില്ല. എന്തെന്ന് പറഞ്ഞതേ? തന്റെ ഭർത്താവ് യുദ്ധകളത്തിലാണെന്നും അവിടെയുള്ള മലയാളികളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ദൂരം കൊണ്ടുവന്ന എഴുത്തോലയിൽ നിന്നാണ് അവർക്ക് മനസ്സിലായത്. അതുവരെ അദ്ദേഹത്തെ കുറിച്ച് തെറ്റായി ചിന്തിച്ചതിൽ മനം കൊണ്ടാണ് അതിലേക്ക് വേണ്ടി സങ്കടം. വേറെ ഒരാൾ കൂടി വായിക്കാമോ? ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി വായിക്കാമോ? ആരെങ്കിലും വായിച്ചോ? സന്ദേശങ്ങൾ വന്നിരിക്കുകയാണ്. ഈ സങ്കടങ്ങൾ ഉണ്ടാവുന്ന തന്റെ ഭർത്താവിനെ കാണാതിരിക്കും. സന്ദേശങ്ങൾ വന്നിരിക്കുകയാണ്. തന്റെ ഭർത്താവിനെ കാണാതിരിക്കുകയായിരുന്നു മതിലേരിക്കണ്ണി. അപ്പോഴാണ് അവളുടെ കയ്യിൽ തിരുവെഴുത്തോല കൈ കിട്ടുന്നത്. സന്ദേശത്തിൽ അവളുടെ ഭർത്താവ് പടക്കളത്തിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ യുദ്ധക്കളത്തിലേക്ക് പോയ തന്റെ ഭർത്താവിനെ ഒരു നേരത്തേക്കാണെങ്കിൽ പോലും താൻ സംശയിച്ചു എന്ന് ഓർത്താണ് മതിലേരിക്കണ്ണി സംഭവിച്ചത്. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് ഏതാണ്? വടക്കംപാട്ടുകളാണ് പഠിച്ചത്. വടക്കംപാട്ടുകളുടെ സവിശേഷത എന്താണ്? അത് വീരാങ്കനമാരുടെ കഥ പറയുന്നതാണ് വടക്കംപാട്ടുകള്. അത്തരത്തിലൊന്നാണ് മതിലേരിക്കണ്ണി. മതിലേരിക്കണ്ണിയിലൂടെ ആരുടെയൊക്കെ പ്രണയമാണ് നമ്മൾ, അല്ലെങ്കിൽ സ്നേഹമാണ് കാണാം, സ്വാത്വികമായ സ്നേഹമാണ് അവിടെ കാണാൻ പറ്റുന്നത്. ആരുടെയാണ്? മതിലേരിക്കണ്ണിയുടെയും വേണാട്ട് രാജാവിന്റെയും അതിസ്വാത്വികമായ പ്രണയം അല്ലെങ്കിൽ സ്നേഹത്തെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഭർത്താവ് എവിടെയാണെന്ന് പോലും അറിയാതെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ഹൃദയത്തിൽ ഉണ്ടാവുന്ന ആശങ്കകളും, പിന്നീട് ഭർത്താവ് പടക്കളത്തിലാണെന്നും അവൻ ഇത്രത്തോളം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവള് അറിയുമ്പോൾ അവൾക്കുണ്ടാവുന്ന, അവള് ചിന്തിച്ചു കൂട്ടിയത് മറ്റു പല കാര്യങ്ങളുമാവാം. അവൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു മാനസിക സംഘർഷവും, പിന്നീട് അവിടുന്ന് ദൂരം കൊണ്ടുവരുന്ന
എഴുത്തോല വായിക്കുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന സങ്കടങ്ങളും വ്യാകുലതകളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മള് മതിലേരി കന്നി എന്നുള്ള പാഠഭാഗത്തിലൂടെ പരിചയപ്പെട്ടത്. ഇതിന്റെ ആദ്യത്തെ 10 വരികൾ മാത്രമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ബാക്കി ഭാഗം വായിക്കാൻ ഒരു തോന്നലില്ലേ? എന്തായി കാണും അവസ്ഥ, എന്താവും അതറിയണ്ടേ? നമുക്ക് അടുത്ത ക്ലാസ്സില് ബാക്കി വായിക്കുകയും ഇവരുടെ സ്നേഹം അത് ഇവരിനി ഒന്നിക്കോ അതോ പടക്കളത്തിൽ വെച്ച് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് ടീച്ചർ ഒരു പ്രവർത്തനം തരട്ടെ. വീട്ടിൽ എല്ലാവരും ചെയ്തോണ്ട് വരുമോ? ഓലുണ്ടെരിപുരി അംഗത്തില് ഞാനുണ്ടി പട്ടിരി കട്ടുമ്മല് ഓലുണ്ടാ മണ്ണിലും ചോരയിലും ഞാനുണ്ടി എഴുതട്ട് മാളിന്മല് പൊറുക്കുന്നില്ലേ പൊറുക്കുന്നില്ലേ നെഞ്ചുണ്ടിരുമ്പോലെ ചോലയാകുന്നേ. കണ്ടില്ലേ അവരുകള്? മതിലേരി കന്നിയുടെ ഒരു മാനസികമായ സംഘർഷങ്ങൾ വ്യക്തമാക്കാൻ ഈ വരികൾക്ക് സാധിക്കുന്നുണ്ടോ? അത് നിങ്ങളുടേതായ രീതിയിൽ സാധിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടേതായ ഒരു ആശയം അവിടെ വ്യക്തമാക്കി കൊണ്ടുവരാം. എന്തെങ്കിലും സംശയം ഉണ്ടോ കൂട്ടുകാർക്ക്? എല്ലാവർക്കും